കേരള സ്റ്റേറ്റ് ഒഫ്താൽമിക് അസോസിയേഷൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു നേത്രപരിശോധനാ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഡോക്ടർ രാജീവ് സുകുമാരൻ അവരുടെ ഇച്ഛാശക്തിയുടെ ഫലമായിട്ടുള്ള ഒരു ബൃഹത്തായ പ്രസ്ഥാനമാണ് കൊല്ലം ഒഫ്താൽമിക് അസോസിയേഷൻ സെക്രട്ടറി ശ്രീമതി രജിത, ഡോക്ടർ രജിതയുടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒഫ്താൽമോളജി ഡോക്ടർ ദിവ്യ, എത്രയും ആദരണീയനായ ഡോക്ടർ രാജീവ് കുമാരൻ സാറിന് നമ്മുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ സാദരം ഉച്ചത്തുള്ള സാറ്, ഡോക്ടർ ഡോക്ടർ രജിത, ഡോക്ടർ ദിവ്യ, ജോൺ സാർ, പ്രിയപ്പെട്ട മക്കളെ, പേരൻസ്, എല്ലാവർക്കും നമസ്കാരം. കേരള സൊസൈറ്റി ഓഫ് ഒഫ്താൽമിക് സർജൻ്റെ 52ാമത്തെ പ്രസിഡൻ്റ്. 52 വർഷമായിട്ട് ഇങ്ങനെയുള്ള ഒരു കുട്ടിക്ക്, ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്ക് ഒരു എക്സാമിനേഷൻ, കണ്ണിൻ്റെ പരിശോധനയ്ക്ക് തയ്യാറായിട്ടില്ല ഞങ്ങൾ. അത് വലിയൊരു സങ്കടമായിരുന്നു. ഞാൻ വന്നപ്പം ഇത് ഇങ്ങനെ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് 50 പേര് പ്രോജക്റ്റ് ഇട്ടിട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കേരള സ്റ്റേറ്റിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വൺ ടൈം പ്രോജക്റ്റ് അല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോജക്റ്റ്. ഇത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് ചിന്തിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് ഡൗൺ സിൻഡ്രോമായിട്ടാണ് ജനിച്ചത്. ആ പടത്തിൽ കാണുന്ന ആ പടം എൻ്റെ മോളതാണ്. ഞങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. എന്നിട്ടും ഞങ്ങളങ്ങ് തകർന്നു. ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എന്താ ചെയ്യുന്നത്? പക്ഷേ ഞങ്ങളൊരു തീരുമാനം എടുക്കും, അവളെ ഒരു ലെവലിൽ ഞങ്ങൾ എത്തിക്കും എന്ന് പറഞ്ഞ് എല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രെയിനിങ്ങും എല്ലാ വിധത്തിലും സപ്പോർട്ട് കൊടുത്തിട്ട് അവളെ നോർമൽ സ്കൂളിൽ തന്നെ പഠിപ്പിക്കും. +2 വരെ പഠിപ്പിച്ചെടുത്ത്. അതുകൊണ്ട് നമ്മളിങ്ങനെ എഴുതി തള്ളരുത്. ഈ കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇവർക്കും കഴിവുണ്ട്. ആ കഴിവ് നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ ജോൺ സാർ ഞാൻ വന്നപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള പല വർക്കും കാണിച്ച് അതൊക്കെ എൻകറേജ് ചെയ്ത് അവർക്ക് ഒരു ജോലി മേടിച്ച് അവർ സ്വയം ജീവിക്കാനൊരു മാർഗം ഉണ്ടാക്കി കൊടുക്കണം. നമ്മളൊന്ന് എഴുതി തള്ളരുത്. അവർക്കൊരു ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ നിറയെ ഉണ്ട്. അതിലൊന്ന് മാനാസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കും. ഇപ്പോൾ ഇവർ പെയിൻറ്റിങ് ചെയ്യുന്ന ഇല്ലെങ്കിൽ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് അത് നമ്മൾ എൻകറേജ് ചെയ്തിട്ട് അവർക്കൊരു പ്ലേസ്മെൻറ്റ് കൊടുക്കണം. അത് ഹോട്ടലിലെ ഒരു റിസപ്ഷനിസ്റ്റായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് രീതിയാക്കാം, അല്ലെങ്കിൽ ഒരു മാനേജറാക്കാം, അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ റിസപ്ഷനിസ്റ്റായിട്ട്, അങ്ങനെ പല ജോലിയും കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ഓൾ ഓവർ ഇന്ത്യയിൽ അവർക്ക് ഒരു 6000 കുട്ടികൾക്ക് ഒരു പ്ലേസ്മെൻറ്റ് ഒഫീഷ്യലായിട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇത് വില കുറഞ്ഞു പോയത് അത് എൻകറേജ് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മൾ അവരെ കൂടുതൽ ഉണ്ടാക്കി കൊണ്ടുവരും. ഫോമിലായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ജീവിതത്തിലേക്ക് വന്ന് നമുക്കിങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഞങ്ങളെയൊക്കെ ഇത്രയും ഭംഗിയായി ഇത്രയും കാര്യങ്ങളായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ഇത്രയും നല്ലൊരിടം തന്നെ ഞങ്ങളെയൊക്കെ സ്നേഹിക്കാനും ഞങ്ങളുടെയൊക്കെ ആ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം ചേർന്ന് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തിയപ്പോൾ അത് ഞങ്ങളുടെ കൂട്ടുകാരുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കം വന്നിരിക്കുന്നത്. വീട്ടിലെ കുട്ടികൾ വെള്ളമൊഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഭംഗിയായിട്ട് പോയിട്ട് നിൽക്കുന്നത്. കാരണം ഇവർ നൽകുന്ന സ്നേഹം അത്രയ്ക്ക് വലുതാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ ആ ചെടികളെടുത്ത് പോയി സംസാരിക്കും. അവരുടെ വിശേഷങ്ങൾ അവർ തമ്മിൽ പറയുമ്പോൾ പൂക്കൾ കേൾക്കും. പിന്നീട് അതിനുശേഷം ചെടിക്കൊക്കെ വെള്ളമൊഴിച്ച് വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ആഘോഷിക്കും. അപ്പോൾ ഈ ബുക്കുകളൊക്കെ പറയും, നിങ്ങൾ എന്നെ മനോഹരമായിട്ട് വയ്ക്കാൻ, എന്നെ ഇങ്ങനെ പാഴാക്കി പോവാതെ ചിലയിടത്ത് പോവാതെ ഇത്രയും പേരുടെയൊക്കെ മുന്നിൽ എന്നെ ഇങ്ങനെ ഭംഗിയായിട്ട് നിർത്താൻ നിങ്ങളുടെയൊക്കെ ഒരു കൈത്താങ്ങ് ഉണ്ടാക്കി ഞങ്ങൾ ചെയ്തൊരു ചെറുപ്പാണത്. ഇത്ര മനോഹരമായ ക്യാമ്പ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് നൽകിയത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.
വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ കണ്ണെങ്ങനെ നന്മയാണ്. ഇത്രയും മനോഹരമായിട്ട് സംസാരിച്ചാൽ വികാരങ്ങളെല്ലാം ഇത് മനോഹരമായിട്ടാണ് വരുന്നത്. നമ്മൾ ഒരുപാട് ക്യാമ്പിന് പോകുമെങ്കിലും പക്ഷേ ഈ 5 ക്യാമ്പിന് പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ശരിക്കും വേറെ തന്നെയാണ്. ഉപഹാരം നൽകുകയാണ്. ഓരോരുത്തരായി വിളിക്കുകയാണ്, ഓരോരുത്തരായി സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഡാൻസ് മാസ്റ്റർ വിക്രം അല്ലേ? ആ വിക്രമും ടീമും